ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു. ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 15-ാം തിരുവചനം. തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എൻ്റെ നാമം. കടലിനെ ശാന്തമാക്കുന്ന ഒരു ദൈവത്തെ നമുക്കറിയാം. എന്നാൽ കടലിനെ ക്ഷോഭിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? തിരുവചനം പറഞ്ഞു തരുന്നു, തിരമാലകൾ അലറും വിധം കടലിനെ ക്ഷോഭിപ്പിക്കുന്ന നിന്റെ ദൈവമായ കർത്താവാണ് ഞാൻ. അതെ, ശാന്തമാക്കുകയും ക്ഷോഭിപ്പിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന്. അവിടുത്തെ നാമം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാണ്. അവിടുന്നാണ് ഇല്ലായ്മയിൽ നിന്ന് സർവ്വതും സൃഷ്ടിച്ചത്. അവിടുത്തെ സന്നിധിയിൽ അസാധ്യം എന്നൊരു വാക്കില്ല. തിരമാലകളെ അലറുന്ന വിധം ക്ഷോഭിപ്പിക്കുന്ന ഒരു ദൈവമാണ് അവിടുന്ന്. അവിടുത്തേക്ക് എന്തും സാധ്യമാണ്. എന്നാൽ ആ തിരുവചനത്തിൽ പറഞ്ഞു വെക്കുന്നു, നിന്റെ ദൈവമാണ് അവിടുന്ന്. അവിടുന്ന് നമ്മുടെ ദൈവമാണ്. നമുക്ക് വേണ്ടി അവിടുന്ന് എന്തും ചെയ്യും. ദൈവമക്കളുടെ ദൈവമാണ് അവിടുന്ന്. എങ്കിൽ ആ സന്നിധിയിൽ ശിരസ് നമിക്കണം, ആ സന്നിധിയിൽ മുട്ടുമടക്കണം. അവിടുന്ന് നിന്റെ ദൈവമാണ്. ഈ ആയുസ്സും ആരോഗ്യവും, ഈ ജീവനും ജീവിതവും, ഈ ജീവിത സാഹചര്യങ്ങളും സർവ്വതും തന്നത് അവിടുന്നല്ലേ. അവിടുത്തെ സന്നിധിയിൽ നന്ദിയോടെ ജീവിക്കാം. അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ലെന്ന് തിരിച്ചറിയാം. കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.